അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അർച്ചനയ്ക്ക് ഒരിക്കലും പ്രശസ്ത എഴുത്തുകാരൻ JK ആണെന്ന് അയാളെ ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. പക്ഷേ ചിന്നു പറയുന്നുണ്ട്, അമ്മേ അയാൾ അത്രയും നല്ല സ്വഭാവമാണ് എന്നിങ്ങനെ പറയേണ്ട. ആകെ മൊത്തം അർച്ചനയ്ക്കൊരു മനസ്സമാധാനം ഇല്ലാതെ ഒരു ഭയങ്കര മൂഡ് ഓഫ് ആവും കേട്ടോ. അതിനുശേഷം ചിന്നുവിനോട് യാത്ര പറഞ്ഞിട്ട് അർച്ചന ഓഫീസിലേക്ക് വരികയാണ്. അവിടെ വരുമ്പോൾ ദീപ്തി ഉണ്ടാവും. ദീപ്തിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുകയാണ്. നമ്മൾ കരുതിയ ആളാണ് JK, പ്രശസ്ത എഴുത്തുകാരൻ. അയാളാണ് ഇന്ന് അവിടെ ചിന്നുമോൾക്ക് ഗിഫ്റ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ദീപ്തി പറയുകയാണ്, എനിക്ക് ആ എഴുത്തുകാരനെ പറ്റി ഒന്നും അറിയില്ല. കാരണം ഞാൻ നിന്നിലൂടെയാണ് ആ എഴുത്തുകാരനെ കുറിച്ചിട്ട് അറിഞ്ഞത്. അത് കാരണം എൻ്റെ മനസ്സിൽ ഒരു ഇഷ്ടം അങ്ങനെ തന്നെയാണ്. ഇയാളെയും കൂടി താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ മനസ്സിലൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നിങ്ങനെ പറയുക കേട്ടോ. അതേസമയം അർച്ചന പറയുന്നുണ്ട്, എന്ത് ചെയ്യണം, ഏതാ ശരി ഏതാ തെറ്റ് എന്നുള്ളത് അറിയില്ല. അയാൾ ശരിക്കും എന്നെ ചതിക്കുകയായിരുന്നോ അതോ ഞാനാണോ ശരി എന്നുള്ളതും എനിക്കറിയില്ല. അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അയാളുടെ കാര്യങ്ങളൊന്നും പറയാതിരുന്നത് എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്ന് അർച്ചന ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ചന്ദ്രയും രുക്കുവും കൂടിയിട്ട് വിമൻസ് ക്ലബ്ബത്തെ ഒരു സ്ത്രീ വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ വന്ന് അവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഏതായാലും ശരി, അച്ചു ഇവിടെ വരുമ്പോൾ ഗ്രാൻഡായിട്ട് വേണം അവന് സ്വീകരണം നടക്കാൻ. അതിന് ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്, അയാളെ തന്നെ നമുക്ക് പോയി വിളിക്കാൻ പോവാമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ രുക്കുവിന് ഭയങ്കര സന്തോഷമാണ്. കാരണം അമ്പാട്ടുകാരെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളതാണല്ലോ ചന്ദ്രയുടെയും രുക്കുവിൻ്റെയും തീരുമാനങ്ങൾ. അപ്പോൾ അതിനൊരു അവസരം കിട്ടുമ്പോൾ അവരതിൽ ഒരുപാട് സന്തോഷിക്കുകയാണ്. അതേസമയം ചന്ദ്ര പറയുന്നുണ്ട്, വേറെ ആരെയും വേണ്ട, അവിടെ മേനോൻ സാറിൻ്റെ വീട്ടിൽ JK എന്ന എഴുത്തുകാരൻ താമസിക്കുന്നുണ്ട്, അയാളെ വേണം നമുക്ക് വിളിച്ചു കൊണ്ടുവരാൻ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ രുക്കുവിനും അത് സമ്മതമാണ്. ആ വന്ന വിമൻസ് ക്ലബ്ബിലത്തെ ആ സ്ത്രീക്കും സമ്മതമാണ്. അങ്ങനെ അവർ JKയെ അച്ചു വരുമ്പോൾ സ്വീകരണ ചടങ്ങിലേക്ക് ചീഫ് ഗസ്റ്റായിട്ട് JKയെ ക്ഷണിക്കാൻ പോവുകയാണ്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.